ഒന്ന് വരച്ച് നോക്കാം നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. ഇത് നമുക്കത് വരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു 3D മോഡലാണ്. ജസ്റ്റ് ഇത് വരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. അതായത് നമ്മളിതൊരു എക്സ്ട്രൂഡ് ഞാൻ ഇവിടെ വരയ്ക്കുമ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കത് കാണിച്ചു തരുന്നില്ലായിരുന്നു. അപ്പം മെയിനായിട്ട് നമ്മൾ ഒരു സ്കെച്ച് വരച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു ബോഡി ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ കാണിച്ചത്. ഇങ്ങനെ ഒരു സ്കെച്ച് നമ്മൾ വരച്ചു. ഇതിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഒരു സോളിഡ് ബോഡി ആക്കുന്നത്. അപ്പൊ അതിന് സോളിഡ് ബോഡി ആക്കുന്നതിന് ഉള്ളൊരു ഓപ്ഷനാണ് സോളിഡ് എന്നുള്ളൊരു ഓപ്ഷൻ. ഇതിനകത്ത് ഒത്തിരി ഇതുള്ള നമുക്ക് ഡയറക്റ്റ് വേണം വരയ്ക്കാം. അപ്പൊ അതിന് നമ്മൾ ഈ സ്കെച്ചിന് ഒരു മോഡുണ്ട്. അപ്പം ഇത് വയർ ഫ്രെയിം മോഡ്. ഇതിലാണ് ഈ വയർ ഫ്രെയിം മോഡിനകത്താണ് നമ്മൾ മെയിനായിട്ട് ഇത് വരയ്ക്കുന്നത്. അപ്പോൾ വയർ ഫ്രെയിം മോഡ് ഇടുക. ഓക്കെ, വയർ ഫ്രെയിം മോഡ് ഇടുക. അതിനുശേഷം ചെയിൻ സെലക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീഎക്സ്ട്രൂഡ് എന്നുള്ള ഓപ്ഷനിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, ജസ്റ്റ് സെലക്ഷൻ ചെയ്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ ഒരു ബോഡി ക്രിയേറ്റ് ആയിട്ട് വരും. അതിന് വേണമെങ്കിൽ നമുക്ക് ഇവിടെയാണ് എക്സ്ട്രൂഡ് ക്രിയേറ്റ് ബോഡി. ഇപ്പൊ വേറെ പ്രത്യേകിച്ച് വേറൊരു സ്കെച്ചുകളോ ബോഡികളോ ഇതിനകത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ക്രിയേറ്റ് ബോഡി എന്നൊരു ഓപ്ഷൻ. ഇവിടെ ഒരു 3 ഓപ്ഷൻ ഉണ്ട്. ക്രിയേറ്റ്, കട്ട്, ആർട്ട്വർക്സ്. അധികം കാണിച്ചെടുക്കുന്നത് ക്രിയേറ്റ് ബോഡി എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് മേളിലേക്ക് പോകണം, താഴേക്ക് പോകണം. അത് ഫ്ലിപ്പ് ചെയ്യാം. നമുക്കിവിടെ ഫ്ലിപ്പ് ചെയ്താൽ താഴേക്ക് പോകും, ഇത് മേളിലേക്ക് പോകും. നമുക്ക് ഡിസ്റ്റൻസ് കൊടുക്കാം. നമ്മുടെ ഈ ബോഡി എത്രയ്ക്കാണ് ഡിസ്റ്റൻസ്, എത്ര ഹൈറ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഒരു 50 ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ബോത്ത് ഡയറക്ഷനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ് കീപ്പ് ചെയ്യുന്നത്. ബോത്ത് ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഈ 50 എന്നുള്ളത് ഈ നമ്മൾ വരച്ച സ്കെച്ചിന്റെ 2 എൻഡിലേക്ക്. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ സിംഗിൾ ഒരു സൈഡിലേക്കാണ് കൊടുത്തിരിക്കുന്നത്, 1 സൈഡിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിന് വേറെയും കുറച്ച് ഓപ്ഷൻസ് ഒക്കെ താഴേക്കുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ വർക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും ഞാനത് കാണിച്ചില്ല എങ്ങനെയാണ്. അത് ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, താഴത്തേക്ക്. ഓക്കെ, നമ്മൾ ഡിസ്റ്റൻസ് 50 കൊടുത്തു. ഇതിന് ഈ കർസർ മേളിലേക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് മേളിലേക്ക് താഴേക്ക് വലിച്ചാൽ നമുക്ക് പൊസിഷൻസ് കീപ്പ് ചെയ്യാം. എന്നാൽ വാല്യൂ എക്സാക്ട്ലി എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ ഇങ്ങനെ ഒരു ബോഡി ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്കിവിടെ ഒരു വേറൊരു സ്കെച്ച് കൂടി വരയ്ക്കുകയാണ്. ഒരു സർക്കിൾ വരയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു ഹോൾ വേണം എന്നുള്ളത്, ഓപ്പൺ ആയിട്ടുള്ള ഹോൾ വേണം എന്നുള്ളത്. അപ്പോഴും നമ്മൾ പോകുന്നതാണ് സോൾഡ് എക്സ്ട്രൂഡ്. ഓക്കെ, അതിൽ നമുക്ക് വേണ്ട ഇതിലിപ്പോ ചെയിൻ വേണം പിടിക്കാൻ, നമുക്ക് സിംഗിൾ വേണം, സിംഗിൾ ആക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഓക്കെ, നമ്മളിവിടെ ഈ ഒരു സോളിഡിലേക്ക് ഒന്നുകൂടി അത് ഞാൻ ആദ്യമായി വന്നവർക്ക് എല്ലാം കൂടി മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം ഒരു പറയാം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് എക്സ്ട്രൂഡ് ഓപ്ഷനെ പറ്റിയാണ്. അപ്പം എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞ സംഭവം പ്രധാനമായിട്ട് നമുക്കൊരു 3D മോഡല് ചെയ്യുന്നതിന് ഏറ്റവും ബേസ്മെന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് എക്സ്ട്രൂഡ്. അപ്പം ആ ഒരു സ്കെച്ച് എങ്ങനെയാണ് നമുക്ക് സ്കെച്ചിൽ എക്സ്ട്രൂഡ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം ജസ്റ്റ് ഒരു സ്കെച്ച് വരച്ച്, എന്തെങ്കിലും ഒരു സ്കെച്ച് നമ്മളിങ്ങനെ സ്ക്വയർ വരച്ച് സൈസ് കൊടുത്തു, സൈസ് കൊടുത്ത് ഓക്കെ ഫിനിഷ് ചെയ്തു. ഇനി നമ്മൾ സോളിഡ് എക്സ്ട്രൂഡിൽ പോയിട്ട് ഇവിടെ നമുക്ക് സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ സിംഗിൾ പിടിക്കാം. ഓക്കെ, കണ്ട സിംഗിൾ പിടിച്ചു കൊടുത്താൽ ഇത് സിംഗിൾ ആയിട്ട് തന്നെ ഇങ്ങനെ വരും. കണ്ട, അപ്പൊ സിംഗിൾ അല്ല നമുക്ക് വേണ്ടത്, ഇത് ഫുൾ ആയിട്ടാണ് എക്സ്ട്രൂഡ് ആക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് എക്സ്ട്രൂഡ് എടുക്കുക. ഇവിടെ ചെയിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ചെയിൻ സിംഗിൾ. അപ്പൊ നമ്മൾ ചെയിൻ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ കർവ് ഫുൾ ആയിട്ട് നമുക്ക് സെലക്ഷൻ ആവും. ഓക്കെ, എടുത്തതിന് ശേഷം ഇത് താഴേക്കും നമുക്ക് ആരോ കാണിക്കും. ഇതിപ്പോ താഴേക്ക് റിവേഴ്സ് പൊസിഷൻ ആണ്. ഇനി മേളിലേക്കാണ് പോകണമെങ്കിൽ റിവേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു പോകും. ഓക്കെ, മറ്റൊരു ഡിസ്റ്റൻസ് കൊടുത്ത് നമുക്ക് എത്രയാണോ ഡിസ്റ്റൻസ് വേണ്ടത് ആ ഡിസ്റ്റൻസ് എക്സ്ട്രൂഡ് കൊടുത്തു കഴിഞ്ഞാൽ
ഡിസ്റ്റൻസിലേക്ക് വരും. ഇത് രണ്ട് സൈഡിലേക്കും അറ്റ് ബോത്ത് ഡയറക്ഷനിലേക്കാണ് നമുക്ക് വേണ്ടതെങ്കിൽ ബോത്ത് ഡയറക്ഷൻ, രണ്ട് ഡയറക്ഷനിലേക്ക് നമുക്ക് കൊടുക്കാമെങ്കിൽ രണ്ടിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ഇവിടെ ഇപ്പൊ ക്രിയേറ്റ് ബോഡി എന്നൊരു ഘടകമുണ്ട്. ഇത് ക്രിയേറ്റ് ബോഡി നമുക്ക് ഒരു സ്കെച്ച് മാത്രം ഉള്ളതുകൊണ്ടാണ് ക്രിയേറ്റ് ബോഡി വന്നിരിക്കുന്നത്. താഴത്തെ ഈ ബോഡികൾ വരണം എന്നുണ്ടെങ്കിൽ ഇതിനെ ജോയിൻ ചെയ്യാനായിട്ട് മറ്റ് വേറെ സ്കെച്ചുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് എങ്ങനെയുണ്ട് കട്ട്, അതിലൊരു കട്ടിങ് എങ്ങനെ വരുന്നത് നോക്കാം. ഇവിടെ ഇപ്പൊ ഒരു സർക്കിൾ വരച്ചിരിക്കുകയാണ്, ഒരു 80 ഡയമീറ്റർ ഉള്ള ഒരു സർക്കിൾ വരച്ചു. ഓക്കെ, ഇതിനെങ്ങനെയാണ് ഇതിലേക്ക് കട്ട് ചെയ്യുന്നത് നോക്കാം. ഇവിടെ നമ്മൾ സോളിഡ് എടുക്കുക, വീണ്ടും എക്സ്ട്രൂഡ്. നമ്മൾ നോർമലി ഇത് എക്സ്ട്രൂഡ് സെലക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അടിയിലേക്ക് പോയി. ഓക്കെ, ഇത് മേളിലേക്ക് പോയി. കേട്ടോ, നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ബോഡിയിലേക്ക് തന്നെ പോകണം, എന്നാലേ കട്ടിങ് ഇടണം. ഇവിടെ ഇപ്പൊ നേരത്തെ ക്രിയേറ്റ് ബോഡി മാത്രമേ വിസിബിൾ ആയിട്ടുള്ളായിരുന്നു. ഇപ്പൊ ആ ഒരു ഇതിൽ കട്ട് ബോഡി കൂടി വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കട്ട് ബോഡി സെലക്ഷൻ ചെയ്യും. കേട്ടോ, കട്ട് ബോഡി സെലക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സോളിഡിൽ കട്ടായി പോകും. അവിടെ ഡിസ്റ്റൻസ് 50 കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഇത് ഓപ്പൺ ആയി പോയത്. മറിച്ച് നമുക്ക് 25 മതിയെങ്കിൽ 25 mm വരെ കട്ടിങ് വരുള്ളൂ. ഓക്കെ, ഇത് നമുക്ക് ബോത്ത് ഡയറക്ഷൻ, ഇപ്പൊ ഒറ്റ സർവീസ് ഉള്ളതുകൊണ്ടാണ് ആ ഒരു ബോത്ത് ഡയറക്ഷൻ നമുക്കിവിടെ കൊടുക്കേണ്ട ആവശ്യം വരില്ല. അപ്പൊ അത് ഇനിയിപ്പോ നമ്മൾ ഇതിന്റെ അഡ്വാൻസ് പൊസിഷൻ ഉണ്ട്. അഡ്വാൻസ് ഇവിടെ നമുക്ക് ഈ പോയിരിക്കുന്ന സർഫസിന് ഒരു ടേപ്പർ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഡ്രാഫ്റ്റ് കൊടുത്തിട്ട് ഒരു 10 ഡിഗ്രി ഡ്രാഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇതൊരു ചരിവെന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു 25 വിസിബിൾ ആകാൻ വേണ്ടിയാണ് കേട്ടോ. കണ്ടോ, ആ ഇതിലേക്ക് ഒരു ഡ്രാഫ്റ്റ് വന്നുണ്ടോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ അഡ്വാൻസ്ഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഞാൻ നമ്മളൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഇത് ബേസിക്കലി ഒരു കട്ട് എങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ് കാണിച്ചത്. ഇങ്ങനെ ഒരു കട്ട് കൊടുത്തു. ഇതാണ് ക്രിയേറ്റ് ബോഡി കൊടുത്തതിൽ ഒരു കട്ട് ഒരു ഓപ്ഷൻ ഉള്ളത്. സോളിഡിനകത്ത് മെയിൻ ആയിട്ടുള്ളതാണ് എക്സ്ട്രൂഡും കട്ടും. ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ സ്കെച്ചുകൾ ചെയ്യുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്ത് പോകണം. നമുക്കിതൊരു ഡ്രോയിങ് ചെയ്യാം. അപ്പൊ അത് മുഴുവൻ സ്കെച്ചും ഒരു എക്സ്ട്രൂഡ് കട്ട് അങ്ങനെയുള്ള നമ്മൾ ഇന്നലെ മറ്റു ക്ലാസ്സിൽ പഠിപ്പിച്ച പോലെ 2D സ്കെച്ച് 3D സ്കെച്ച് വെച്ചിട്ടൊക്കെയാണ് ആ ഒരു വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അത് നമുക്ക് എങ്ങനെയാണ് ജസ്റ്റ് നോക്കാം. അപ്പൊ ഇതിലേക്ക് ഈ പറയുന്ന എക്സ്ട്രൂഡ് കട്ടും ഒക്കെ വരും. അപ്പൊ ആ കട്ട് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് അത് നമുക്ക് മാനേജ് ചെയ്യണം നോക്കാം. ഇങ്ങനൊരു ഒരു സ്കെച്ചാണ്. ഇതിൽ കുറെ ഡയറക്ഷൻസ് ഒക്കെ മിസ്സിംഗ് ആണ്. എന്നാൽ പോലും നമുക്ക് വരയ്ക്കാം. അപ്പൊ ഇത് 185 ഒരു സോളിഡ് ബ്ലോക്കിലാണ് നമുക്ക് ഈ സാധനം ചെയ്യേണ്ടത്. ഓക്കെ, 185. അപ്പൊ ഇതിന്റെ പ്ലാറ്റ്ഫോം ഹൈറ്റ് എന്നുള്ളത് 12 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ 185 ഒരു പ്ലാറ്റ്ഫോം വരയ്ക്കാം. റെക്ടാങ്കിൾ എടുക്കുക. നമ്മൾ സെന്ററിൽ നിന്ന് തന്നെയാണ് പോകുന്നത്. ഓക്കെ, സെന്റർ സെലക്ഷൻ ചെയ്തു. നമുക്ക് സെന്റർ എടുക്കാം. ഇത് നമുക്ക് സെന്റർ എടുക്കാം. അപ്പം നമ്മുടെ ഇതെടുത്ത് നമ്മൾ ഹൈറ്റ് വന്നിട്ട് 185. ഓക്കെ, അപ്പം ഹൈറ്റ് വന്നിട്ട് 100, 85. ഓക്കെ, ഇത് നമ്മുടെ ഐസോമെട്രിക് ഇങ്ങനെ പ്ലാറ്റ്ഫോമാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, 185. ഇതിന്റെ ഹൈറ്റ് വന്നിട്ട് 15 ആണെന്നാണ് അപ്രോക്സിമേറ്റ്. അപ്പൊ നമുക്കൊരു 15-ന്റെ ഒരു സ്കെച്ചാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോളിഡ് എക്സ്ട്രൂഡ്. ഓക്കെ, അപ്പൊ നമുക്ക് മേളിലേക്കാണ് വരച്ചു പോകുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 15. ഓക്കെ, അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് റെഡിയായി. അപ്പൊ ഈ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഇനി ഓരോരോ സ്കെച്ചുകൾ നമുക്ക് വരച്ചു പോകേണ്ടത്. ഓക്കെ, ഇത് പല രീതി വരയ്ക്കാം. ഞാൻ നമുക്ക് എളുപ്പത്തിലുള്ള ഒരു എക്സ്ട്രൂഡ് കട്ട് ആ ഒരു മെത്തേഡിലാണ് ഞാൻ വരച്ച് നിങ്ങൾ കാണിക്കാനായിട്ട് പോകുന്നത്. ഈ ഫേസിൽ നിന്ന് ഈ ടോട്ടൽ ബോഡിയുടെ ഹൈറ്റ് എന്നുള്ളത് 60 mm ആണ്. ഓക്കെ, ഇതെന്ന് 60 mm ആണ്. അപ്പൊ നമ്മുടെ ഫേസിൽ നിന്ന് 60 mm. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനൊരു ബ്ലാങ്ക് ഇവിടെ വരച്ചിട്ട് നമുക്ക് 60 mm ആണെങ്കിൽ ഇത് 15 mm ആണ് വീതി. ഓക്കെ, ഈ നമുക്ക് ഇവിടുന്ന് നമ്മളിപ്പോ 2D സ്കെച്ചാണ് വരക്കുന്നത് വെച്ചു. ഓക്കെ, അപ്പം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ കഴിഞ്ഞതിന് മുമ്പത്തെ ക്ലാസ്സിലാണ് 2D 3D സ്കെച്ച്. അപ്പൊ നമുക്ക് ഈ ലെവലിൽ നിന്നാണ് ഇതിന്റെ ഹൈറ്റ് വരച്ച് പോകേണ്ടത്. അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ Z0 നടക്കുന്നതുകൊണ്ടാണ് ഈ ലെവലിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത്. അതായത് നമ്മൾ Z0 വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ലൈൻ വരയ്ക്കാൻ പറ്റില്ല. ലൈൻ വരച്ചാൽ നമുക്ക് ഈ 0 ലെവലിലേക്ക്
ലൈൻ വരുള്ളൂ. അപ്പം നമുക്കിനി ഈ ഇതിന്റെ ടോപ്പില് ആണ് നമുക്ക് വരച്ച് പോകേണ്ടത്. ടോപ്പ് വ്യൂലാണ് നമ്മൾ ഈ ഇത് കാണുന്ന പോലെ കിടക്കുന്നില്ല, ഇങ്ങനൊരു പ്ലാറ്റ്ഫോമാണ് വരയ്ക്കുന്നത്. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാല് ടോപ്പ് വ്യൂ ഇടുക, 2Dയിൽ ഇസഡ് ക്ലിക്ക് ചെയ്യുക, നമ്മൾ ഈ ഒരു എൻഡ് പോയിന്റിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ വരക്കണം ചുമ്മാ ഒരു ലൈൻ വരച്ചെങ്കിൽ ഈ സ്കെച്ചിന്റെ മേലിലായിരിക്കും ഈ ലൈൻസ് വരുന്നത്. എവിടെ വരച്ചാലും ആ സ്കെച്ചിന്റെ മേലിൽ തന്നെയായിരിക്കും വരുന്നത്. നമുക്ക് ഈ സ്കെച്ചിന്റെ മേലിലാണ് ഇത് വരയ്ക്കേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ 2Dയിൽ ഇട്ടിട്ട് ഇസഡ് ക്ലിക്ക് ചെയ്യുക, ഈ ഹൈറ്റ് പോയിന്റിൽ ജസ്റ്റ് ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഹൈറ്റ് കിട്ടും. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഈ ഹൈറ്റ് എത്രയാണെന്ന് അറിയണം. അപ്പൊ ഡൈനാമിക് ജസ്റ്റ് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഡൈനാമിക് എടുത്ത് ഈ ഫേസ് ക്ലിക്ക് ചെയ്ത് ഇതിങ്ങനെ ഓടിച്ച് നോക്കി ഇവിടെ കാണാം 15. അപ്പൊ അത് നമുക്ക് ഇനി അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ വേണ്ട, ഇപ്പൊ നമുക്ക് ഈ വാല്യൂ നമുക്ക് അറിയാം. അപ്പൊ ക്ലിക്ക് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ഒരു 20 വേണം കൊടുക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക, അവിടെ വാല്യൂ വരും 50. വാല്യൂ എൻ്റർ ചെയ്താൽ അവിടെ 50. ഇനി നമ്മൾ വരയ്ക്കുന്ന വരയെല്ലാം 50-ലായിരിക്കും വരയ്ക്കുന്നത്. 50-ലായിരിക്കും. അപ്പൊ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു 2D സ്കെച്ചിലെ ഒരു ഇതാണ് ഇസഡ് പൊസിഷൻ. അപ്പൊ നമ്മൾ വീണ്ടും അങ്ങനെ തന്നെ പോവാം, സ്കെച്ചിലേക്ക് തന്നെ പോവാം. ഇസഡ് ക്ലിക്ക് ചെയ്യുക, ഈ പോയിന്റിലൂടെ ക്ലിക്ക് ചെയ്യുക, 15 ആയി. അപ്പൊ ഇനി നമുക്ക് വേണ്ടത്, നമുക്ക് ഒരു 15 വീതിയിൽ എത്ര വേണ്ട, 15 ഒരു 60 ഹൈറ്റിൽ ഇത് കൊടുത്ത് കൊടുത്തിട്ടില്ല. എന്നാലും അവിടുന്ന് ഒരു 35-ഉം 15-ഉം 50 പോയിട്ട് 50 രീതിയിൽ 15 രീതിയിൽ നമുക്കൊരു ഇത് വരും. നമ്മൾ മുമ്പ് വരച്ച പോലെ തന്നെ നമ്മള് ഒരു ലൈൻ വരയ്ക്കാണ്. ഞാനിപ്പം ഈ കുറെ ഓപ്ഷൻ ഉണ്ട് ഈ എഡ്ജിൽ നിന്നൊക്കെ വരയ്ക്കാം. ഞാനപ്പോ അതൊന്നും നിങ്ങളെ പറഞ്ഞില്ലല്ലോ. നമ്മൾ കറങ്ങുന്ന എഡ്ജ് വരച്ച് ഓക്കെ, അവിടുന്ന് നമ്മൾ മുമ്പത്തെ നമ്മുടെ ഇത് ലൈൻ ബാരിൽ 15 ഇങ്ങനെ 15 ചെയ്ത്, അല്ലെങ്കിൽ 15 ചെയ്ത് ഓക്കെ. ഇനി ഇതിന് തന്നെ നമ്മൾ മുമ്പ് അന്ന് പറഞ്ഞ വേറൊരു മെത്തേഡ് ഓഫ്സെറ്റ് 15 ഓക്കെ, 15 ഓക്കെ. ഇനി ഇവിടെ നമുക്ക് 50 നമ്മുടെ വീതി ഓക്കെ. ഇവിടെ നമ്മൾ വീണ്ടും നമ്മൾ ഓഫ്സെറ്റ് എടുക്കുക. ഇവിടെ നമ്മുടെ ഓഫ്സെറ്റ് 50 ഓക്കെ, 50ആയി. ഇനി ഇവിടുന്ന് നമ്മൾ ഈ ഇവിടുന്ന് ലൈനിങ്ങിന്റെ വരച്ച് എൻഡിലേക്ക് വരച്ച്, ഇവിടുന്ന് ലൈനിങ് എൻഡിലേക്ക് വരച്ച്, എന്നിട്ട് ഇവിടെ ലൈൻ, ഇത് നല്ലൊരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ലൈൻസ് ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ എങ്ങനെ കളയും? നമ്മൾ മുമ്പ് പഠിച്ചൊരു ഓപ്ഷൻ, ഡിവൈഡ് ഓപ്ഷൻ, ഇത് ക്ലിക്ക് ചെയ്യുക, ഇത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മൾ സ്കെച്ച് നമുക്ക് റെഡിയാക്കി ആയിരിക്കും. ഇതിന് നമുക്കിനി എക്സ്ട്രൂഡ് ചെയ്യാം. ഓക്കെ, എക്സ്ട്രൂഡ് എത്ര ഹൈറ്റ്? ഇതിന്റെ ഹൈറ്റ് 60 + 25 85 ഹൈറ്റ് ആണ്. അപ്പൊ സോളിഡ് എക്സ്ട്രൂഡ് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫുൾ ചെയിൻ ആയിട്ട് സ്ഥലമില്ല. അവിടുന്ന് 85. അപ്പൊ ഇങ്ങനെ ഒരു സ്കെച്ച് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കണം. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ഈ ഡ്രോയിങ് പ്രകാരം നമുക്ക് നമ്മുടെ ഇത്ര ഒരു ബോഡി വന്നിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒരു കട്ടിങ് ഇവിടെ വരുന്നുണ്ട്, ഇവിടെ കുറച്ച് കട്ടിങ്സ് വരുന്നുണ്ട്, ഈ ഒരു കട്ടിങ്സ് വരുന്നത്, ഈ ഒരു കട്ടിങ്സ് വരുന്നത്, അങ്ങനെ ഈ ഒരു ഹോൾ വരുന്നുണ്ട്. നമുക്കൊരു ഹോൾ ആദ്യം വരയ്ക്കാം. ഈ ഹോളിന്റെ പൊസിഷൻ 25 35. ഇവിടുന്ന് 25, ഈ ഫേസിൽ നിന്ന് 35. വീണ്ടും ടോപ്പ് ഇടുക. നമ്മൾ 15 തന്നെയാണ് നമ്മുടെ ഇവിടെ കിടക്കുന്നത്. ഓക്കെ, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഓഫ്സെറ്റ് എടുക്കാം 35, ഇവിടുന്ന് എത്ര 25 അല്ലെ. ഓക്കെ, 35 25, ഹോളിന്റെ ഡയമീറ്റർ 25. അപ്പം മറ്റൊരു സർക്കിള് ഈ ഇന്റർസെക്ഷൻ പോയിന്റ്, ഈ ലൈൻ നമ്മൾ ഇന്റർസെക്ഷൻ പോയിന്റ്, ഇന്റർസെക്ഷൻ ഈ ലൈൻ സെക്ഷൻ ചെയ്യുക, ഈ ലൈൻ സെക്ഷൻ ചെയ്യുക. ഓക്കെ, അവിടെ നമ്മുടെ ഹോൾ ഡയമീറ്റർ 25. ഇത് നമുക്ക് വേണ്ട. ഓക്കെ, അപ്പോൾ അവിടെ ഹോളായി.
ഇനി നമുക്ക് അതിന് ഓപ്പൺ ആണെങ്കിൽ അതിനെ കട്ട് ചെയ്യണം താഴത്തേക്ക്. ഓക്കെ, അപ്പോൾ ഐസോമെട്രി ഇടുക. ഓക്കെ, സോളിഡ് എക്സ്ട്രൂഡ്. ഇപ്പം മേളിലേക്ക് ബോഡിയാണ്, ക്രിയേറ്റ് ബോഡി കിടക്കുന്നതുകൊണ്ടാണ് മേളിലേക്ക് പോയത്. ക്രിയേറ്റ് ഒരു ബോഡി വന്നു. അപ്പൊ നമുക്ക് കട്ട് ബോഡിയാണ് വേണ്ടത്. അപ്പൊ ഇവിടെ ബോഡി ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ കട്ടിങ് കാണാത്തത്. അപ്പൊ റിവേഴ്സ് കൊടുക്കാമെങ്കിൽ അത് കട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ആ ഹോളായി. ഇനി നമുക്ക് വേണ്ടത് ഈ ആംഗിൾ അത് നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, 15 ഡിഗ്രിന്ന് ഈ ഒരു ഹൈറ്റ് പോയിന്റിലേക്കുള്ള ഒരു ഇത് നമുക്ക് കട്ട് ചെയ്യാം. ഇങ്ങനെ നമ്മള് ടോപ്പ് വ്യൂ ഇട്ടാൽ നമുക്ക് കട്ടിങ് വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇതിന്റെ ഫ്രണ്ട് വ്യൂ ഇടണം. ഇത് നമുക്ക് നമ്മുടെ വിസിബിളി കാണുന്ന രീതിയിൽ ഇട്ടാൽ മാത്രമേ നമുക്ക് ഇതിന് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു ഫേസിലാണ് നമുക്ക് കട്ടിങ് കൊടുക്കേണ്ടത്. കട്ടിങ് കൊടുക്കാനായിട്ട് ഇങ്ങനെ ഒരു സാധനം വരച്ചിട്ട് അതിൽ നിന്ന് കട്ടിങ് കൊടുക്കണം. കട്ടിങ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഇവിടെ ഇപ്പൊ 2D ഇസഡ് 15 കിടക്കണം. അപ്പൊ നമുക്ക് ഈ ഫേസിലാണ് നമ്മുടെ വേണ്ടത്. ഇത് ഇസഡ് വാല്യൂ നമുക്ക് അറിയില്ല. അപ്പൊ 2D ഇട്ടിട്ട് ഇസഡ് ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഏരിയ കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ് വ്യൂ ഇട്ട് കഴിഞ്ഞാൽ ഇനി വരയ്ക്കുന്ന എല്ലാം നമ്മുടെ ആ ലൈനിലായിരിക്കും. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെയാണ് ഒരു കട്ടിങ് വേണ്ടത്. ശരിയാണ്, ഈ ഫേസിലാണ് വരുന്നത്. അപ്പൊ റൈറ്റ് വ്യൂ തന്നെ ക്ലിക്ക് ചെയ്യുക. ഇതിനെ കുറച്ച് നമ്മൾ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യണം. നമ്മൾ മുമ്പ് പഠിച്ച ഒരു ടൂളുണ്ട് മോഡിഫൈ ലെങ്ത്. അത് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് മേളിൽ നിന്നാലും കട്ടിങ് സ്മൂത്ത് ആവുള്ളൂ. അതിന് വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. എത്ര വേണം കൊടുക്കാം, നമുക്ക് അത് വിഷയമുള്ള കാര്യമല്ല. 5 കൊടുത്തു, എക്സ്ട്രാ 5 കൊടുത്തു. ഓക്കെ, അപ്പൊ ഈ ലൈനിൽ നിന്ന് നേരെ കട്ടായി. ഇനിയിപ്പോ നമുക്ക് ഇവിടുന്ന് ഒരു ലൈൻ ഇങ്ങോട്ട് വരച്ച്, ഇവിടുന്ന് ഒരു ലൈൻ ഇങ്ങോട്ട് വരച്ച്. ഓക്കെ, ഇനി ഇത് തമ്മിൽ ട്രിം ചെയ്യാം. അതായത് 2 ലൈൻ തമ്മിൽ കോർണർ നമുക്ക് സെറ്റ് ആക്കണതിനുള്ള ലൈനാണ് ട്രിം ടു വെനിറ്റീസ്. ട്രിം ടു വെനിറ്റി. അപ്പൊ ഇതൊക്കെ ഞാൻ അത് കഴിഞ്ഞ ദിവസം പഠിപ്പിക്കുന്ന ഓപ്ഷനാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതിലേക്ക് വരുന്നതാണ്. അപ്പൊ ഇത് പല വിധത്തിൽ നമുക്ക് ഈ ആംഗിളിനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നമ്മളിപ്പോ എക്സ്ട്രൂഡ് കട്ട് എന്നൊരു ഓപ്ഷൻ പഠിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മളിത് ഇങ്ങനെ ഒരു ഓപ്ഷനിൽ ഇത് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ വീണ്ടും പറയുന്നത് നമ്മുടെ എക്സ്ട്രൂഡിൽ കട്ട്. അപ്പൊ ഇത് ചെയിൻ സെലക്ഷൻ ചെയ്തു, ഡൺ ചെയ്തു. ഇവിടെ നമ്മൾ കട്ട് ബോഡി കൊടുത്തിട്ട് ഇവിടെ ഇപ്പൊ എന്താ വെച്ചാൽ ഒന്നിലധികം സോൾഡ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ സോൾഡ് ടാർജറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഇപ്പൊ ടാർജറ്റ് ചോദിക്കുകയാണ് ഏതിനെയാണ് കട്ട് ചെയ്യേണ്ടത്. അതായത് നമ്മളിപ്പോ 2-3 ഇതുള്ളതുകൊണ്ട് നമുക്ക് ചോദിക്കുവാണ് ഏത് ബോഡിയിലാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ സോൾഡ് ചെയ്ത് ടാർജറ്റിൽ സെലക്ഷൻ ചെയ്ത് കൊടുക്കുക, ഈ ബോഡിയിലാണ് കട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അത് ഇവിടെ ഇപ്പം ഇത് സെപ്പറേഷൻ ഉള്ള ഒരു ബോഡി ആയതുകൊണ്ടാണ്, ഇതൊരു ബോഡി ഇതൊരു ബോഡി, അതുകൊണ്ടാണ് അത് കട്ടിങ് ചോദിച്ചത്. അപ്പൊ നമ്മൾ അതൊരു കട്ടിങ് കൊടുത്തു. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് മേളിൽ നിന്ന് അടുത്ത കട്ടിങ് വരേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ ഒരു 20 അമ്പത്തിന്റെ ഒരു കട്ടിങ് ഇങ്ങനെ കൊടുക്കണം. ഇവിടെ തന്നെ 30 അമ്മമാരുടെ ഒരു 20 അമ്പത്തിന്റെ ഒരു കട്ടിങ് കൊടുക്കണം. ഓക്കെ, 20 അമ്മമാരുടെ 30 അമ്മ ഫുൾ ബോഡിയിൽ കട്ടിങ് കൊടുക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ വീണ്ടും നമ്മുടെ വിസിബിൾ ആകുന്ന നമ്മുടെ കണ്ണിന് നേരെ കാണുന്ന വ്യൂവിൽ വരച്ചാൽ മാത്രമേ നമുക്ക് കട്ടിങ് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഫ്രണ്ട് വ്യൂയിലേക്ക് ഇടുക. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ 2Dയിൽ ഈ ഒരു ഫേസിലാണ് നമുക്ക് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ 2Dയിൽ ഇടുക, ഇസഡിൽ ക്ലിക്ക് ചെയ്യുക, ഈ ഒരു എൻഡിൽ കൂടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ അവിടുത്തെ ഇസഡ് മാറിയുണ്ടോ? 2D ക്ലിക്ക് ചെയ്യുക, ഇസഡിൽ ക്ലിക്ക് ചെയ്യുക, ഈ ഒരു എൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഫ്രണ്ട് വ്യൂയിൽ നമുക്ക് അവിടെ ഒരു വ്യൂ കിട്ടി. അപ്പൊ നമുക്ക് അവിടെ ഒരു കട്ടിങ് ഇനി കൊടുക്കണം. അങ്ങനെ ഓരോരോ കട്ടിങ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇവിടുന്ന് 30 മാറി അവിടുന്ന് 20 മാറിയിട്ടാണ് നമ്മുടെ കട്ടിങ്ങിന്റെ പൊസിഷൻ. താഴേന്ന് ഇല്ല, മേളിൽ നിന്ന് 60 എണ്ണം. ഓക്കെ, ഓക്കെ, അപ്പൊ മേളിൽ നിന്ന് ഇവിടെ 30 മാറിയിട്ട് ഒരു ഓഫ്സെറ്റ് 30 എണ്ണം. ഇവിടുന്ന് ഓഫ്സെറ്റ് 20 എണ്ണം. സോറി, 20 അല്ല, ഓഫ്സെറ്റ് 20 എണ്ണം. ഓക്കെ അല്ലേ, നമ്മുടെ ഇവിടുന്ന് 20, ഇവിടുന്ന് 30, ഇവിടുന്ന് 20, ഇനി മേളിൽ നിന്ന് 60. അതിപ്പോ ഞാൻ വരക്കണ ഫേസ് ഉണ്ട്, ആ ഫേസിൽ തന്നെയാണ് നിൽക്കുന്നത്. അവിടുന്ന് 60.
നമ്മൾ ഈ ലൈൻസുകൾ തമ്മിൽ ട്രിം വേണം ട്രിം ചെയ്യും, അല്ല ഡിവൈഡ് വേണം ഡിവൈഡ് ചെയ്യാം, നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് 2-3 ഓപ്ഷനിൽ നമുക്ക് ഇങ്ങനെ കളയാം. ഡിവൈഡ് എടുത്തിട്ട് വേണമെങ്കിൽ ഡിലീറ്റ് ഇതിനെ കളയാം, അല്ലെങ്കിൽ ട്രിം എടുത്തിട്ട് ട്രിം 2 എൻറ്റിറ്റീസ് സെലക്ഷൻ ചെയ്യുക, ഇവിടെ 2 എൻറ്റിറ്റീസ് എടുക്കുക, ഇതും തമ്മിൽ ക്ലിക്ക് ചെയ്യുക, ഇതും തമ്മിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ ജസ്റ്റ് മോഡിഫൈ ലെങ്ത്, അതുകൊണ്ട് ഒരു 5 എക്സ്ട്രാ ആയിട്ട് ലെങ്ത് ചെയ്ത് കൊടുക്കുക. ഇത് തമ്മിൽ ഈ ലൈൻ തമ്മിൽ യോജിച്ച് കൊടുക്കുക, ഒരു കോളം. നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് കളയാം. സോളിഡ് എക്സ്ട്രൂഡ്, അവിടെ ചെയിൻ പിടിച്ചു കൊടുത്തു. നമ്മൾ കട്ട് ബോഡി ഓൾറെഡി ക്രിയേറ്റ് ബോഡി കൊടുത്തതെന്ന് സംഭവിച്ചാൽ ഒരു ക്രിയേറ്റ് ബോഡി ക്രിയേറ്റ് ആകും, കട്ടാകില്ല, മറിച്ച് നമ്മൾ കട്ടാക്കി. ഇവിടെ ടാർജറ്റ് ഓൾറെഡി മുന്നത്തെ നമ്മൾ ഈ പീസ് പിടിച്ചു കൊടുത്തുകൊണ്ടാണ് ആ കട്ട് ബോഡിയിലേക്ക് നമുക്കത് വന്നത്. ഓക്കെ, അപ്പം ആ കട്ടിങ് കൂടി ഇനി നമുക്ക് വേണ്ടത് ഇവിടുന്ന് ഒരു 35 കട്ടിങ് അങ്ങോട്ട് പോകണം. അതായത് ഈ ഹൈറ്റ് വന്നിട്ട് മേളിൽ നിന്ന് 80, അവിടുന്ന് 20. ഓക്കെ, അത് നമുക്ക് 80 എണ്ണത്തിന് ഒരു കട്ടിങ് കൊടുക്കാം. 80 എണ്ണത്തില് ഓക്കെ, 80 ഈ വാളിനോട് ചേർന്നിട്ട് 80 ഒരു കട്ടിങ്. ഇവിടെ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യത, നമ്മൾ 80 എണ്ണത്തിലാണ് ഒരു കട്ടിങ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ഓഫ്സെറ്റ് താഴെ നിന്നാണ് കേട്ടോ, ഇത് ബേസ് പോയിന്റ് നിന്നാണ് 80, എന്റെ ബേസ് പോയിന്റ് നിന്നാണ് 80. ഈ ബേസ് പോയിന്റ് നിന്നാണ് 80 ഉണ്ട്. അല്ലെങ്കിൽ ലൈൻ പാരലൽ എടുക്കാം, അല്ലെങ്കിൽ ഓഫ്സെറ്റ് എടുക്കാം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഈ ലൈനോട് ചേർന്നിട്ടാണ് ഇത് കട്ടിങ്. അപ്പൊ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ ഇപ്പൊ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഈ ലൈനിനകത്ത് ഈ സാധനം ഉള്ളിലായിട്ട് നമുക്കത് കാണാൻ പറ്റില്ല. നമ്മൾ ചെയിൻ പിടിക്കുന്ന സമയത്ത് അത് ഒരു ജസ്റ്റ് ഇത് എററായി മാറാൻ സാധ്യത. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഈ ലൈൻ നമുക്ക് ഒന്ന് ബ്ലാങ്ക് ആക്കി വെക്കാം. നമ്മൾ ഇന്നലെ പഠിച്ച പോലെ തന്നെ ബ്ലാങ്ക് ആകുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ചെയിൻ എടുക്കുക, ചെയിൻ സെലക്ഷൻ ചെയ്യുക, ബ്ലാങ്ക്. ഓക്കെ, ആ ലൈൻ ബ്ലാങ്ക് ആയി പോയി. അപ്പൊ അവിടെ ലൈൻ ഉണ്ട്, പക്ഷെ അത് നമ്മൾ വരയ്ക്കുന്ന എന്തായാൽ പോലും അതിന് ഡിസ്റ്റർബൻസ് ആവുന്നത്. അപ്പൊ നമുക്ക് ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് കട്ടിങ് വേണ്ടത്. താഴേക്ക് ലൈൻ, അതിന് നമ്മൾ മുമ്പ് ചെയ്തപോലെ തന്നെ 5 ഇങ്ങോട്ട് 5 എക്സ്റ്റൻഷൻ ചെയ്തു. ഇവിടെ നിങ്ങൾ ലൈൻസ് അങ്ങോട്ട് വരച്ചു, ഇവിടെ നേരെ വരച്ചു. നമുക്ക് ട്രിം എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോയി, ട്രിം 2 എൻറ്റിറ്റീസ്, ലൈൻ ട്രിം 2 എൻറ്റിറ്റീസ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഡിവൈഡ് എടുത്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഈ പീസ് അങ്ങനെ കട്ട് ചെയ്ത് കളയാം. സോളിഡ് എക്സ്ട്രൂഡ് ചെയിൻ, ഇതാണ്. ഇത് ഫ്ലിപ്പായിട്ട് സംഭവിച്ചാൽ ഇങ്ങോട്ട് വന്നു, ഈ ആരും ഇങ്ങോട്ട് കട്ടായില്ല. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളിൽ തിരിച്ചാക്കിയിട്ട് ഇത് കട്ടിങ് കൊടുക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ആ മോഡലിൽ ഈ 80 ഹൈറ്റിലുള്ള കട്ടിങ് തരുന്നു. ഇനി ഇവിടെ നിന്ന് 35 കട്ടിങ് കൂടി കൊടുക്കണം. സെയിം സ്കെച്ച് അല്ല, അവിടുന്ന് ഇപ്പൊ 80 ഒരു 20 മാറിയിട്ട് ഒരു 35 കട്ടിങ് പോയാൽ മതി. ഫുൾ ത്രൂ വേണ്ട, 35. മേളിൽ 20 മാറിയിട്ട് 35. ഓക്കെ, വീണ്ടും ഫ്രണ്ട് വീട്, ഇവിടുന്ന് ഓഫ്സെറ്റ് ഓഫ്സെറ്റ് ചെയ്യുക. താഴോട്ട് ഇത്ര നമ്മൾ 20 ഓക്കെ, ഇനി ഈ 20 വെച്ചിട്ട് ഇവിടെ എത്ര കട്ട് ചെയ്യണം. അപ്പൊ വീണ്ടും നമ്മൾ മോഡിഫൈ ലെങ്ത്, വരച്ച്. അതെ, ഇതിപ്പോ ഇവിടെ ഇതിനകത്ത് കയറി പോകും. അപ്പൊ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ അതിനൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഈ സ്കെച്ച് നമുക്ക് ബ്ലാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോ ഇതിനെ സെലക്ഷൻ ചെയ്ത് കൊടുക്കുക, ചെയിൻ സെലക്ഷൻ ചെയ്ത് കൊടുക്കുക, ഹോമിൽ പോവുക, ബ്ലാങ്ക് ആയി. വീണ്ടും വേറെ ലൈൻ എടുക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ച് ഇത് നമ്മൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കുക.
ഫ്രം 2 entities ചെയ്യുക. അപ്പോൾ ഇതിന് നമുക്ക് ഇനി കട്ടിങ് എത്ര പോകണമെന്ന് വെച്ചാൽ 35 എണ്ണം കട്ടിങ് പോയാൽ മതി. അപ്പോൾ ഫുൾ ത്രൂ ചെയ്യാൻ പാടില്ല. 35 എണ്ണം ഡിസ്റ്റൻസ് ഉണ്ട്. സോളിഡ് എക്സ്ട്രൂഡ് സെലക്ഷൻ ചെയ്യുക. അതായത് ഫുള്ള് കട്ടിങ് പോയി. അതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് 35 എണ്ണം മതി. 35 ഡിസ്റ്റൻസ് കൊടുത്തു കഴിഞ്ഞാൽ 35 എണ്ണം. ഓക്കെ, ഇവിടുന്ന് 35 എണ്ണമായി. ഇനി ഇതിനകത്ത് ഉള്ള കട്ടിങ് ആണ് നമുക്ക് കൊടുക്കാനുള്ളത്. ഈ ഒരു ഇങ്ങനെ ഒരു കട്ടിങ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ഇത് 20 എണ്ണമാണ്. 20 ഇങ്ങോട്ട് 20 ഉണ്ട്. ഓക്കെ, നമുക്ക് അത് ഈ 20 എണ്ണം വരച്ച് നമുക്ക് നോക്കാം. ആദ്യം ടോപ്പ് ഇടുക. ഇനിയിപ്പോ നമുക്ക് ഈ ടോപ്പിൽ നിന്നാണ് വരയ്ക്കേണ്ടത്. അപ്പൊ നമ്മള് ഇസഡ് 0-യിൽ ഇറക്കണം. 0-യിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും പോകും. ജോഡിയിൽ ഇസഡ് ഇടുക. ഈ ഇതിന്റെ ഏറ്റവും ടോപ്പിൽ നിന്നാണ് നമുക്ക് വരച്ച് വരേണ്ടത്. ഈ എൻഡ് അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മുടെ 100 ഹൈറ്റിലേക്ക് വരും. ഓക്കെ, ഇനി അവിടുന്ന് 20 എണ്ണം എടുത്തില് ഒരു ഇത് 15 എണ്ണം ഇവിടെ നിന്ന് വേണം. ഇവിടുന്ന് 15, ഇവിടുന്ന് 15, ഇവിടുന്ന് 20. സോറി, ഇവിടുന്ന് 15 അല്ല കേട്ടോ. ഇവിടുന്ന് 15, ഇവിടുന്ന് 15. ഇവിടുന്ന് 15. എൻട്രി ചെയ്തു. നമുക്ക് ഈ സ്കെച്ചിനെ ഫുള്ളായിട്ട് നമുക്ക് ഇവിടെ കിട്ടുമെന്ന് നോക്കാം. പിന്നെ ഈ എൻഡിൽ നിന്ന് 20 എണ്ണം ഇങ്ങോട്ട്. ഓക്കെ, ഈ കോർണറിൽ നിന്ന് 20 എണ്ണം ഇങ്ങോട്ട്. ഈ കോർണറിൽ നിന്ന് 20 എണ്ണം ഇങ്ങോട്ട്. ഓഫ്സെറ്റ് 20 എണ്ണം. പിന്നെ ഇവിടെ നിങ്ങളുടെ 15 തന്നെയാണ്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ 15. കട്ടയുടെ വിട്ട് എന്നുള്ളത് 15 ആയിരിക്കും. 15. ഓക്കെ, അപ്പം ഇവിടുന്ന് ഇങ്ങോട്ടായി. ഇവിടുന്ന് ഇങ്ങോട്ട് 15ആയി. ഇനിയിപ്പോ എന്റെ നമ്മൾ ഓൾറെഡി വരച്ചിട്ടുണ്ട്. ഇത് 20 എണ്ണം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി 20ആയി. ഇത് നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മോഡലിലേക്ക് വേണ്ടി ചെയ്ത് വരുന്ന മുമ്പ് ചെയ്ത മോഡിഫൈ ചെയ്തെടുക്കുക. 15 എക്സ്ട്രാക്ഷൻ ചെയ്ത് കൊടുക്കുക. ഇത് തമ്മിൽ ഫ്രം 2 entities എടുക്കുക. സോറി, അത് ലൈൻ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടുന്ന് ഫ്രം 2 entities നമുക്ക് വേണ്ട കീപ്പ് ചെയ്യേണ്ട സൈഡിലേക്ക് തന്നെ കൊണ്ടുപോകണം. ഇവിടെ നമ്മൾ മുമ്പ് ഒരു ഓപ്ഷൻ പഠിച്ചോളാം, ജോയിൻ എൻറ്റിറ്റീസ്. 2 ലൈൻസ് ആണെങ്കിൽ ജോയിൻ ചെയ്യാം. ഒരേ രേഖയിലാണെങ്കിൽ നമുക്കൊരു കട്ടിങ് കൊടുക്കാം. ഈ എവിടെ വരെ വേണം എനിക്ക് തോന്നുന്നത് ഈ ബേസ് പോയിന്റ് വരെയാണ് ഇതിന്റെ കട്ടിങ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ വ്യൂ കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ബേസ് പോയിന്റ് വരെയാണ് കട്ടിങ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് കട്ടിങ് വേണ്ടത് താഴത്തെ 15 എണ്ണം വരെ കട്ടിങ് വേണം. സോളിഡ് എക്സ്ട്രൂഡ് ഇങ്ങനെ കട്ടിങ് പോയിരിക്കുകയാണ്. നമുക്ക് താഴത്തെ നമ്മുടെ ബേസ് പോയിന്റ് വരെ വേണം കട്ടിങ്. ഇവിടെ ജസ്റ്റ് കണ്ടോ, നമ്മുടെ ഈ കണ്ട നമ്മൾ കർസർ മൂവ് ചെയ്യുന്ന സാധനം നമുക്ക് എവിടെ വേണം അവിടെ കൊണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ മതി. ഓക്കെ, നമ്മുടെ സ്കെച്ച്. ഈ സ്കെച്ചിന്റെ ഈ താഴത്തെ നമുക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് എവിടെ വരെ ഉണ്ടെന്ന്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ഇങ്ങനെ
ഇങ്ങനെ സ്കെച്ച് ചെയ്ത് ഇനിയിപ്പോൾ ഇത് വരച്ചതിന് ശേഷം നമ്മൾ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ ഏതെങ്കിലും നമ്മൾ ബ്ലാങ്ക് ചെയ്ത സ്കെച്ച് കൊടുക്കുന്നത് കാണാം. ഇതൊക്കെ നമ്മൾ അൺബ്ലാങ്ക് ചെയ്ത സ്കെച്ചാണ്. നമുക്ക് ചെയ്യാൻ സെലക്ഷൻ ചെയ്ത് നമുക്ക് ഒന്നുകൂടി കാണാം. സ്കെച്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ സാധനം വരച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രശ്നം വെച്ചാൽ നമ്മൾ എന്തെങ്കിലും കേസുകൊണ്ട് ഈ സ്കെച്ച് ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ സോളിഡ് എല്ലാം എററായി പോകും. അപ്പൊ നമ്മൾ എപ്പോഴെങ്കിലും സ്കെച്ച് നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഹിസ്റ്ററി നമ്മൾ റിമൂവ് ചെയ്ത് കളയണം. ഓക്കെ, അപ്പൊ പിന്നെ ഈ മോഡലിൽ നമുക്ക് എന്തെങ്കിലും ലൈൻസ് കർവോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് മോഡൽ പ്രിഫറൻസിനകത്ത് റിമൂവ് ഹിസ്റ്ററി. റിമൂവ് ഹിസ്റ്ററി എടുക്കുക, ജസ്റ്റ് ഒരു വിൻഡോ സെക്ഷൻ കൊടുക്കുക, എൻഡ് സെലക്ഷൻ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഹിസ്റ്ററി നമ്മൾ വരച്ചതിന്റെ ഹിസ്റ്ററി ഒക്കെ റിമൂവ് ആയി. ഇനി നമ്മൾ ഇപ്പൊ ഈ ഒരു ലൈൻസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു നമ്മുടെ മോഡലിൽ യാതൊന്നും സംഭവിക്കില്ല. ഓക്കെ, മറിച്ച് നമ്മളിപ്പോ ഞാൻ വേറെ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ സർക്കിൾ വരച്ചു, ഞാൻ എക്സ്ട്രൂഡ് ചെയ്തു. ഓക്കെ, ഇപ്പൊ ഞാനിങ്ങനെ ഹിസ്റ്ററി റിമൂവ് ചെയ്യാന്ന് വരച്ച് വെച്ചിരിക്കുകയാണ്. ഞാൻ അറിയാതെ ഞാൻ ഈ ഒരു കർവ് ഡിലീറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഇവിടെ ഈ ഒരു അലാറം വരും, സം ജോമെട്രി സെലക്ടഡ് അസോസിയേറ്റ് ടൂൾ പാത്തിന്റെ ഇത് പോയി. അപ്പൊ അത് എററായിട്ട് മാറും. ഇത് ഞാൻ ഡിലീറ്റ് കളഞ്ഞു വിചാരിച്ചു. നമ്മള് ഇതിന്റെ സോളിഡ് ലെവലിലേക്ക് പോയി കഴിഞ്ഞാല് ഇത് ചോദിച്ചിലും പോലെ കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ തെറ്റായി പോയി നമ്മൾ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും ഇത് പ്രശ്നം വരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ വർക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്കെച്ച് എല്ലാം നമ്മൾ റിമൂവ് ചെയ്യണം. നമുക്ക് മുമ്പേ നമ്മൾ ഇവിടെ കുറെ ഓപ്ഷൻസ് നമ്മൾ പറഞ്ഞു. നമുക്ക് ഇനി ഈ സ്കെച്ച് ഈ സോളിഡിന് മാത്രം കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് സോളിന് മാത്രം സെലക്ഷൻ ചെയ്യണം. നമ്മൾ അന്ന് പഠിച്ചൊരു ഓപ്ഷനാണ് സെലക്ട് ഓൾ സോളിഡ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ഓൾ സോളിഡ് സെലക്ഷൻ ചെയ്യുക. ഇന്നലെ പറഞ്ഞ ഹൈഡ്, നമുക്ക് കാണേണ്ട ഐറ്റംസിന് മാത്രം കണ്ടാൽ മതി. അങ്ങനെയാണ് ഹൈഡ് ആ സോളിഡ് മാത്രമായി. ഇനിയിപ്പോ ഈ സോളിഡ് ഇത് രണ്ട് ബോഡിയാണ്. ഈ രണ്ട് ബോഡിയിൽ നമ്മൾ ഒരുമിച്ചാക്കണം. അങ്ങനെ ഇത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ് ബോഡിയൻ. ഒരു ബോഡിയുടെ കൂടുതൽ മറ്റൊരു ബോഡി കൂട്ടിച്ചേർക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് ബോഡിയൻ. അപ്പൊ നമ്മൾ ബേസ് പോയിന്റ് സെലക്ഷൻ ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ അടുത്ത ബോഡി സെലക്ഷൻ ചെയ്യുക. രണ്ടു കൂടി കഴിഞ്ഞാൽ ഒറ്റ ബോഡി ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. നമ്മളിപ്പോ ഇതിനകത്ത് ഫുള്ളിൽ നമ്മള് ലൈൻസ് വരച്ച് ചുമ്മാ സ്കെച്ച് വെച്ച് മാത്രമാണ് ഈ സാധനങ്ങൾ നമ്മൾ നിലവിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ വേറെ ഒന്നും നമ്മൾ ഇതിൽ ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് ഈ കർവുകളിലൊക്കെ നമുക്കൊരു ഫില്ലറ്റ് കൊടുക്കണം. അങ്ങനെയുള്ള ഓപ്ഷനിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഫില്ലറ്റ്, കോൺസ്റ്റന്റ് ഫില്ലറ്റ് എന്നുള്ള ഓപ്ഷൻ വരുന്നത്. അപ്പൊ നമുക്ക് എഡ്ജുകളിൽ ഫില്ലറ്റ് കൊടുക്കണം. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇപ്പൊ കർവ് എഡ്ജാണ്. എഡ്ജ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് വേണ്ട റേഡിയസ് എത്രയാണോ അത് കൊടുക്കുക. ഓക്കെ, അതിനുവേണ്ടിയാണ് കോൺസ്റ്റന്റ് ഫില്ലറ്റ് എന്ന് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോ നമുക്കൊരു ഫുൾ ഏരിയ ഫേസ് ഫുള്ള് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ബോഡിയുടെ ഫേസ് സെലക്ഷൻ ചെയ്യുക. ഇവിടുന്ന് സിംഗിൾ ഫേസ് ആക്കുക. ഫേസ് മാത്രം കൊടുക്കുക. ആ സെലക്ട് ചെയ്ത ഫേസ് മാത്രം ബ്ലെൻഡ് ചെയ്യും. ഓക്കെ, അതുപോലെ നമ്മൾ ഇനി വീണ്ടും ആഡ് ചെയ്യുക. ഈ ഫേസ് മാത്രം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് സോൾ ബോഡി കിടക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫേസ് സെലക്ഷൻ ചെയ്യുക. ഇവിടെ ഫേസ് ആണ്, ഫേസ് കൊടുക്കുക. ഈ ഫേസ് കൊടുക്കുക. ഈ ഫേസ് കൊടുത്തു കഴിഞ്ഞാൽ ഫേസ് ഈ ഫേസ് മാത്രം കൊടുക്കുക. പേപ്പർ വന്നിരിക്കുന്നുണ്ടോ? ഈ ഫേസ് മാത്രം കൊടുക്കുക. ഈ ഫേസ് തമ്മിൽ സിങ്ക് ആകാത്തതുകൊണ്ടാണ് അവിടെ റെഡീസ്. അപ്പൊ അങ്ങനെ ഫേസ് മാത്രം കൊടുക്കാനാണെങ്കിൽ റെഡീസ് കൊടുക്കുക.
വേണ്ട ഫേസ് ഏതാണോ ആ ഫേസിൽ നമുക്ക് ഫില്ലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വരും. അത് സെയിം അതുപോലെ തന്നെയാണ് ചാമ്പറും. നമുക്ക് ഏതാണോ നമുക്ക് ഇത് വേണ്ടത് അവിടെ ചാമ്പർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ റിലേറ്റഡ് ആയിട്ടുള്ള ഫുള്ള് ഇതിലേക്ക് നമുക്ക് ചാമ്പർ കൊടുക്കാൻ പറ്റും. അപ്പൊ അതാണ് ഈ കോൺസ്റ്റന്റ് ഫില്ലറ്റും ചാമ്പറും. ഇതിൽ തന്നെ നമുക്ക് ബാക്ക് സൈഡ് ഇതിലൊരു ചാമ്പർ കൊടുക്കണം. ഉണ്ടോ? ചാമ്പറായി. അതുപോലെ തന്നെ അങ്ങനെ ഓരോ ഇതിലും ഡിസ്റ്റൻസ്. പിന്നെ ഇതിനകത്ത് തന്നെ പല ഓപ്ഷൻ ഉണ്ട്. 1 ഡിസ്റ്റൻസ് ചാമ്പർ, 2 ഡിസ്റ്റൻസ് ചാമ്പർ, ഡിസ്റ്റൻസ് ആൻഡ് ചാമ്പർ ആംഗിൾ. നമ്മൾ മറ്റേ ഇവിടെ ഒരു 2Dയിൽ നമ്മൾ ചാമ്പർ അടിച്ചത് സെയിം അതേ മെത്തേഡ് തന്നെയാണ്. ഡിസ്റ്റൻസ് മാത്രം പറഞ്ഞു കൊടുത്താൽ അത് വരും. 2 ഡിസ്റ്റൻസ് പറഞ്ഞു കൊടുത്താൽ ഇവിടെ 2 ഡിസ്റ്റൻസ് വരും. PFGയിൽ 2 ഡിസ്റ്റൻസ് ആണെങ്കിൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇവിടെ 3 പറ്റില്ല. രണ്ടും രണ്ടും ആണെങ്കിൽ കറക്റ്റ് ഈ റേഡിയസ് സിങ്കായി വരുന്നതുകൊണ്ടാണ് അത് മാച്ച് ചെയ്യുന്നത്. അങ്ങനെ ഈ സ്കെച്ചുകളിൽ ചാമ്പറും ഫില്ലറ്റും കൊടുക്കുന്ന ഒരു ഇതാണ്. അപ്പൊ ഞാൻ സ്കെച്ച് എന്തായാലും ഗ്രൂപ്പിലേക്ക് ഇടാം. അപ്പൊ നിങ്ങൾ അതുകൂടി ഒന്ന് ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പോ നമ്മള് സോളിഡ് ജസ്റ്റ് ലൈൻസ് സ്കെച്ചുകൾ വെച്ച് മാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് തന്നെ കുറെ ഓപ്ഷൻസ് വെച്ച് നമുക്ക് ഈ ആംഗിളൊക്കെ വേണമെങ്കിൽ നമുക്ക് അല്ലാതെ ആംഗിൾ കൊടുക്കാം. അങ്ങനെ കുറെ ചെയ്യാം. ഈ സ്കെച്ചുകൾ ഇങ്ങനെ ഈ സ്കെച്ചുകൾ ഫുൾ ആയിട്ട് ഇങ്ങനെ വരച്ചിട്ട് നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് വരയ്ക്കാൻ ഒത്തിരി മെത്തേഡ്സ് ഉണ്ട്. അത് നമ്മൾ ചെയ്ത് ഇപ്പൊ നമ്മൾ ആദ്യം റെഫർ ചെയ്ത ഓപ്ഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്തതാണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ച ഓപ്ഷൻസ് എന്തൊക്കെയായിരുന്നു? ലൈൻ പാരലൽ, ഓഫ്സെറ്റ്, അതായത് ഒരു ലൈൻ അങ്ങോട്ട് മൂവ് ചെയ്യാൻ ലൈൻ പാരലൽ, സെയിം അതേ ഇതിന്റെ ഓഫ്സെറ്റ്, ഇസഡിന്റെ ഹൈറ്റ് വെച്ചിട്ട് സ്കെച്ച് വരയ്ക്കാൻ, 2Dയിലിട്ടിട്ട് ഓരോ ഹൈറ്റുകൾ വെച്ചിട്ട് ഹൈറ്റ് വരയ്ക്കാനുള്ളത് ചെയ്തു. ട്രിം 2 ആൻഡ് പീസ് ലൈനുകൾ തമ്മിൽ ക്രോസ് ആയിട്ട് ട്രിം ചെയ്യാനുള്ള ഇത് പഠിച്ചു. ഡിവൈഡ് ഓപ്ഷൻ, അതായത് 2 ലൈനുകൾ തമ്മിൽ ഇന്റർസെക്ട് ആയിട്ടുള്ള ഏരിയകളിൽ പോലെ നീണ്ടു നിൽക്കുന്ന അതിനെ നമുക്ക് റിമൂവ് ചെയ്യാനുള്ളത്. സോളിഡ്, അതായത് എക്സ്ട്രൂഡ് കട്ട്, എക്സ്ട്രൂഡ് ക്രിയേറ്റ് ബോഡി, അതുപോലെ കട്ട്, അതുപോലെ ഫില്ലറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ സ്കെച്ച് ചെയ്തപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സ്കെച്ചിനകത്ത് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഓരോ ഡ്രോയിങ് ചെയ്യുന്നതോടൊപ്പം നമുക്ക് ഓരോ സ്കെച്ചുകൾ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോയ സ്കെച്ചുകൾ ഇതിനകത്തേക്ക് വർക്ക്ഔട്ട് ആയിട്ട് വരും. അപ്പൊ നമ്മൾ അത് പ്രാക്ടീസ് ആകും. നമ്മൾ ആ എന്തിനാണ് ഉപയോഗിച്ചതെന്നുള്ളത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇത് എക്സാക്ട്ലി നമുക്ക് ആ ഒരു ടൂൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. ഇതുപോലത്തെ കുറച്ചേറെ സ്കെച്ചുകൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിത് ഇതിന്റെ ആവശ്യകത വരും. ഞാൻ ഈ സ്കെച്ച് എന്താണ് നിങ്ങൾ എല്ലാവരും ചോദിക്കും, നമ്മൾ ടൂൾ പാത്ത് പഠിക്കാനായിട്ട് വന്നിട്ട് എന്തിനാണ് ഈ സ്കെച്ച് പഠിക്കുന്നത്? ഈ സ്കെച്ച് പഠിക്കുന്നത് വെച്ചാൽ നമ്മൾ ആസ് എ പ്രോഗ്രാമർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മറ്റൊരാളുടെ മോഡലിലല്ല നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അവർ തരുന്ന മോഡലിന് നമുക്ക് ടൂൾ പാത്തിന് ആവശ്യമായ ആൾട്രേഷൻസ് വോയിസ് കട്ടാണോ? വോയിസ് കട്ടാണോ?
മറ്റുള്ള എല്ലാത്തിനും. ഹലോ ഹലോ ആ പറ. അത് നെറ്റ്വർക്കിന് എന്തൊരു ഇഷ്യൂ ഉണ്ട്. ആ നെറ്റ്വർക്കിന് ഇഷ്യൂ എന്തുകൊണ്ട് അതുകൊണ്ട് ആ വോയിസ് കട്ടായി പോയി കുറച്ച്. ഓക്കെ. ആണോ? ഉം. അത് നിങ്ങളത് പറഞ്ഞ ആ മനസ്സിലായി. അവസാനം കട്ടായി പോയി. മൈക്ക് ഓഫീസിലോട്ട് ഓക്കെ. എന്തായാലും സെറ്റ് ഗ്രൂപ്പിലേക്ക് ഇടാം. ജസ്റ്റ് അടിച്ചു നോക്കണല്ലേ. ഓക്കെ. ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.